നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 13ാമത്തെ ശ്ലോകമാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ പകച്ചു നിൽക്കുന്ന അർജുനനെ പോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും വഴികാട്ടിയാകുന്ന ഉദാത്തമായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. കേവലം ഒരു മതഗ്രന്ഥം എന്നതിലുപരി മനുഷ്യന്റെ മനസ്സിനെയും കർത്തവ്യങ്ങളെയും ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന ഒരു ജീവിത ശാസ്ത്രമാണിത്. 3ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അത് എങ്ങനെ ബന്ധനരഹിതമായി ചെയ്യാമെന്നും വ്യക്തമാക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവൃത്തിയായ ആഹാരം കഴിക്കുന്നതിനെ പോലും എങ്ങനെ ഒരു യജ്ഞമാക്കി മാറ്റാം എന്ന് പഠിപ്പിക്കുന്ന ശ്ലോകമാണിത്. 13ാമത്തെ ശ്ലോകം. ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവരുടെ വഴികാട്ടി എന്ന നിലയിൽ ഈ ശ്ലോകം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സ്വാർത്ഥത വെടിഞ്ഞ് പ്രകൃതിയോടും സമൂഹത്തോടും ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. ഈ ശ്ലോകത്തിലെ ഓരോ വാക്കും ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ ഉള്ളതാണ്. ഇതിൻ്റെ പദാനുപദ അർത്ഥം ആദ്യമായി പറയാം. യജ്ഞശിഷ്ടാശിനഃ, അതായത് യജ്ഞശിഷ്ടം ഭുജിക്കുന്നവർ. യജ്ഞം എന്നാൽ ത്യാഗപൂർണമായ കർമ്മം അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്. ശിഷ്ടം എന്നാൽ ബാക്കിയുള്ളത്. അതിനാൽ യജ്ഞത്തിന്, അതായത് ഈശ്വരന് അല്ലെങ്കിൽ സമൂഹത്തിന് സമർപ്പിച്ച ശേഷം ബാക്കിയുള്ളത് പ്രസാദമായി കഴിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് യജ്ഞശിഷ്ടാശിനഃ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. സന്തഃ, സന്തഃ എന്നാൽ സജ്ജനങ്ങൾ, സാധുക്കൾ എന്ന അർത്ഥത്തിലാണ്. സത്യാന്വേഷികളായ, ധർമ്മത്തിൽ ജീവിക്കുന്ന നല്ല മനുഷ്യർ എന്ന അർത്ഥം. സ്വാർത്ഥതയില്ലാതെ ജീവിക്കുന്നവരെയാണ് ഇവിടെ സന്തഃ എന്ന് വിളിക്കുന്നത്. മുച്യന്തേ, മുച്യന്തേ എന്നാൽ മോചിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുക്തരാകുന്നു. കർമ്മഫലങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇവർ സ്വതന്ത്രരാകുന്നു. ഈ മോചനം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അടുത്ത പദമാണ് സർവകിൽബിഷൈഃ. സർവകിൽബിഷൈഃ എന്നാൽ സർവ, എല്ലാവിധ, കിൽബിഷം പാപങ്ങളിൽ നിന്നും. കിൽബിഷം എന്നാൽ പാപം അല്ലെങ്കിൽ മാലിന്യം എന്നാണ്. അറിയാതെ ചെയ്യുന്ന പഞ്ചസൂന പാപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും ഇവർ മോചനം നേടുന്നു. ഭുഞ്ജതേ, ഭുഞ്ജതേ എന്നാൽ അനുഭവിക്കുന്നു, ഭുജിക്കുന്നു എന്ന അർത്ഥം. അവർ ഭക്ഷിക്കുന്നു, എന്നാൽ ഇവിടെ അത് പാപത്തെ അനുഭവിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേ തു, തേ തു എന്നാൽ അവർ ആകട്ടെ, എന്നാൽ അവർ എന്ന അർത്ഥം. മുൻപ് പറഞ്ഞ സജ്ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ സ്വാർത്ഥരായ ആളുകളെയാണ് ഇവിടെ തേ തു എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അഖം, അഖം എന്നാൽ പാപം അല്ലെങ്കിൽ ദുഷ്കർമ്മഫലം എന്നാണ്. പാപം എന്നതിൻ്റെ പര്യായമാണ് ഇവിടെ അഖം എന്ന പ്രയോഗം. എന്നാൽ ഇവിടെ അത് കഠിനമായ ദുഃഖം അല്ലെങ്കിൽ അശുദ്ധി എന്ന നിലയിൽ കാണാം.
സ്വാർത്ഥതയുടെ ഫലമായി ഉണ്ടാകുന്ന കറയാണത്. പാപാഹ, പാപികൾ. സ്വാർത്ഥതയോടെ ജീവിക്കുന്നവരെ കൃഷ്ണൻ പാപികൾ എന്ന് വിളിക്കുന്നു. അവർ പ്രകൃതി നിയമത്തെ ലംഘിക്കുന്നവരാണ്. ഏ എന്നാൽ യാതൊരുവൻ ആരാണോ, ആരെല്ലാമാണോ ഇപ്രകാരം ചെയ്യുന്നത്. പചന്തി, പാചകം ചെയ്യുന്നു, അതായത് ആഹാരം പാകം ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പചന്തി എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മകാരണാത്, സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം, തങ്ങളുടെ സ്വന്തം ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി മാത്രം മറ്റുള്ളവരെ കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. അവരെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിച്ചത്. ഈ പദാനുപദ അർത്ഥത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ആഹാരം കഴിക്കുക എന്നത് കേവലം വിശപ്പടക്കാനുള്ള ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, മറിച്ച് അതൊരു ആത്മീയ സാധനയാണെന്നാണ് യജ്ഞശിഷ്ടാശിനഃ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമായി മാറണം എന്നതാണ്. നാം കഴിക്കുന്ന ആഹാരം ഈശ്വരന്റെ പ്രസാദമായി കാണുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ അർത്ഥം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇതിന്റെ തത്വചിന്താപരമായ വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അന്വാഖ്യാനങ്ങൾ എന്നാൽ കേവലം അർത്ഥത്തിനപ്പുറം ആ വാക്കുകൾ നൽകുന്ന സന്ദേശത്തെ വിശദീകരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതിൽ പ്രധാനമാണ് യജ്ഞം എന്ന സങ്കല്പം. ഭഗവത്ഗീതയിൽ യജ്ഞം എന്നത് ഹോമകുണ്ഡത്തിൽ ഹവിസർപ്പിക്കുന്നത് മാത്രമല്ല, നിസ്വാർത്ഥമായ സേവനവും ത്യാഗവുമാണ് യജ്ഞം. പ്രപഞ്ചം നിലനിൽക്കുന്നത് പരസ്പര സഹകരണത്തിലാണ്. സൂര്യൻ വെളിച്ചം നൽകുന്നു, മേഘങ്ങൾ മഴ നൽകുന്നു, ഭൂമി ഫലങ്ങൾ നൽകുന്നു. ഇവയൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് പ്രപഞ്ചത്തിന്റെ യജ്ഞം. മനുഷ്യനും ഈ ചങ്ങലയിലെ ഒരു കണ്ണിയാണ്. പ്രകൃതിയിൽ നിന്ന് നാം സ്വീകരിക്കുന്നതിന് പകരമായി നാം എന്തെങ്കിലും തിരിച്ചു നൽകണം. അതാണ് നമ്മുടെ യജ്ഞം. ഭഗവാൻ പറയുന്നത് ആഹാരം പാകം ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും അത് ഈശ്വരന് സമർപ്പിക്കുക എന്നാണ്. അതായത് നമ്മുടെ പ്രവൃത്തികൾ സ്വാർത്ഥതയിൽ നിന്ന് മുക്തമായിരിക്കണം. എപ്പോൾ നാം എനിക്ക് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കുന്നുവോ അപ്പോൾ നാം പ്രകൃതിയുടെ താളത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. രണ്ടാമത്തെ പദങ്ങളാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ചിന്തനീയമായ കാര്യമാണ് പഞ്ചസൂന പാപങ്ങളും മോചനവും. ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാതെ തന്നെ 5 തരത്തിലുള്ള പാപങ്ങൾ അല്ലെങ്കിൽ പഞ്ചസൂനങ്ങൾ സംഭവിക്കാം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതിലൊന്ന് കണ്ഡനിയാണ്, പാത്രങ്ങൾ അല്ലെങ്കിൽ മോട്ടാറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ. രണ്ടാമത്തത് അമ്മി, അരകല്ല് ഉപയോഗിക്കുമ്പോൾ. മൂന്നാമത്തെ അടുപ്പ് കത്തിക്കുമ്പോൾ. നാലാമത്തേതാണ് കുടം ഉപയോഗിക്കുമ്പോൾ. അഞ്ചാമത്തേതാണ് ചൂല് ഉപയോഗിക്കുമ്പോൾ. ഇവ ഉപയോഗിക്കുമ്പോൾ ഉറുമ്പുകളോ പ്രാണികളോ സൂക്ഷ്മജീവികളോ അറിയാതെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് അനിവാര്യമായ പാപമാണ്. എന്നാൽ ഈ പാപങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള വഴിയാണ് പഞ്ചമഹായജ്ഞം. നാം പാകം ചെയ്യുന്ന ഭക്ഷണം ഈശ്വരനും അതിഥികൾക്കും പക്ഷിമൃഗാദികൾക്കും നൽകിയ ശേഷം കഴിക്കുമ്പോൾ ആ പാപങ്ങൾ ഇല്ലാതാകുന്നു. ഇതാണ് സർവ കിൽബിഷൈഹി മുച്യന്തേ, എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നു എന്ന് പറയുന്നത്. മൂന്നാമതായി പറയുന്നതാണ് പാപം ഭക്ഷിക്കുന്നവർ. അതായത് സ്വാർത്ഥതയോടെ സ്വയം സുഖത്തിനു വേണ്ടി മാത്രം ആഹാരം പാകം ചെയ്യുന്നവർ പാപം ഭക്ഷിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഭൗതികമായി നോക്കിയാൽ അവർ കഴിക്കുന്നത് ചോറും കറികളുമാണ്. എന്നാൽ ആത്മീയമായി നോക്കിയാൽ അവർ കഴിക്കുന്നത് സ്വാർത്ഥത എന്ന വിഷമാണ്. ഈ സ്വാർത്ഥത മനസ്സിൽ അശാന്തിയും അസൂയയും അത്യാഗ്രഹവും വളർത്തുന്നു. ഇത് മനുഷ്യനെ വീണ്ടും വീണ്ടും ജനനമരണ ചക്രത്തിൽ അല്ലെങ്കിൽ സംസാര ചക്രത്തിൽ തളച്ചിടുന്നു. അതാണ് അഖം അല്ലെങ്കിൽ പാപം, ദുഃഖം എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഈ ശ്ലോകം നമ്മോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ജീവിതം ഒരു യജ്ഞമാക്കുക, ലഭിക്കുന്നതെല്ലാം പ്രസാദമായി സ്വീകരിക്കുക, സ്വാർത്ഥത വെടിയുക. അപ്പോൾ നിങ്ങൾ പാപങ്ങളിൽ നിന്നും മുക്തരാകും. പ്രിയപ്പെട്ട കുട്ടികളെ,
ഈ തത്വചിന്ത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു ആചാര്യൻ കുട്ടികളോട് ചോദിക്കുന്നു, മക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ കഴിച്ച ചോറ് ആരാണ് ഉണ്ടാക്കിയത്? അപ്പോൾ കുട്ടികൾ പറയും, അമ്മ. അപ്പോൾ ആ ആചാര്യൻ ചിരിച്ചുകൊണ്ട് പറയും, ശരിയാണ്, അമ്മയാണ് അടുപ്പിൽ വെച്ച് പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ പാകം ചെയ്യുന്നത്. പക്ഷേ ആ അരി എവിടെ നിന്ന് വന്നു? അപ്പോൾ അതിനും കുട്ടികൾക്ക് മറുപടിയുണ്ട്, അത് കടയിൽ നിന്ന് അല്ലെങ്കിൽ പാടത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആചാര്യൻ വീണ്ടും ചോദിക്കുകയാണ്, പാടത്ത് നെല്ല് വളരാൻ വെളിച്ചം നൽകിയതാരാണ്? സൂര്യൻ. വെള്ളം നൽകിയതാരാണ്? മഴ. മണ്ണ് നൽകിയതാരാണ്? ഭൂമിദേവി. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചില്ലെങ്കിൽ അരി ഉണ്ടാകുമോ? അപ്പോൾ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല. അപ്പോൾ ആചാര്യൻ പറയുകയാണ്, അപ്പോൾ നോക്കൂ, ഈ ലോകം മുഴുവൻ ഒത്തുചേർന്നാണ് നിങ്ങളുടെ പാത്രത്തിൽ ആഹാരം എത്തിച്ചത്. ഇതൊരു വലിയ അടുക്കളയാണ്, യൂണിവേഴ്സൽ കിച്ചണാണ്. ഇതിലെ പ്രധാന പാചകക്കാരൻ ഈശ്വരനാണ്. നമ്മൾ അതിഥികളും. ഒരതിഥി വീട്ടിൽ വന്നാൽ വീട്ടുകാരോട് നന്ദി പറയാതെ, ആഹാരം ആർക്കും കൊടുക്കാതെ തട്ടിപ്പറിച്ചു തിന്നാൽ അത് ശരിയാണോ? കുട്ടികൾ പറയാണ്, അല്ല. അപ്പോൾ ആചാര്യൻ പറഞ്ഞു, അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, ആഹാരം കഴിക്കുന്നതിന് മുൻപ് നന്ദി പറയണം. അതാണ് പ്രാർത്ഥന. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ ചെയ്യാത്തവർ കള്ളന്മാർ ആണെന്ന് ഭഗവാൻ പറയുന്നു. പണ്ടൊരു ഗ്രാമത്തിൽ രാമു എന്നും സോമു എന്നും പേരുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. രാമുവിന് എന്ത് കിട്ടിയാലും അവൻ അത് ഒളിപ്പിച്ചു വെച്ച് ഒറ്റയ്ക്ക് തിന്നും. സോമു ആവട്ടെ, തനിക്ക് കിട്ടുന്ന മിഠായിയുടെ അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും അതിന്റെ ഒരു കഷണം കൂട്ടുകാർക്ക് കൊടുത്തിട്ടേ കഴിക്കൂ. ഒരു ദിവസം ഒരു സന്യാസി അവരുടെ ഗ്രാമത്തിൽ വന്നു. അദ്ദേഹം വിശന്ന് തളർന്നിരുന്നു. രാമു അത് കണ്ടിട്ടും തന്റെ കയ്യിലിരുന്ന ലഡു ഒളിപ്പിച്ചു വെച്ചു. സോമു ഓടിച്ചെന്ന് തന്റെ കയ്യിലിരുന്ന ചെറിയ കഷ്ണം അപ്പം സന്യാസിക്ക് കൊടുത്തു. സന്യാസി സന്തോഷത്തോടെ സോമുവിനെ അനുഗ്രഹിച്ചു. അന്ന് രാത്രി രാമുവിന് വയറുവേദന വന്നു. അവൻ കഴിച്ച ലഡു അവന് അസുഖമുണ്ടാക്കി. സോമുവിന് നല്ല ഉറക്കം കിട്ടി. ആ ആചാര്യൻ പറയും, മക്കളെ, രാമു കഴിച്ചത് ലഡുവല്ല, സ്വാർത്ഥതയാണ്. അതാണ് അവൻ അസുഖം വന്നത്. സോമു കഴിച്ചത് യജ്ഞശിഷ്ടം, അതായത് ത്യാഗത്തിന്റെ ബാക്കിയാണ്. അതാണ് അവന് സന്തോഷം നൽകിയത്. നമ്മൾ കഴിക്കുന്ന പ്രസാദമാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യം തരും. മറ്റൊരു കഥ പറയുകയാണെങ്കിൽ, അതായത് വലിയ പൂജയോ ഹോമോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഉറുമ്പിന് ഒരു തരി പഞ്ചസാര കൊടുക്കുന്നത് പോലും വലിയ യജ്ഞമാണ്. നമ്മൾ കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ചുറ്റുമുള്ള ജീവികളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഭഗവാനെ സേവിക്കുന്നത് പോലെയാണ്. ഭൂതയജ്ഞം എന്ന് പറയും. അതായത് ജീവജാലങ്ങളെ സേവിക്കുക വഴി നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാകുന്നു. ഭഗവത്ഗീതയിലെ ഈ 13-ാം ശ്ലോകം ലളിതമായ ഒരു ആഹാര രീതിയല്ല, മറിച്ച് അതൊരു ജീവിത ദർശനമാണ്. ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്ക് ഇത് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഒറ്റയ്ക്കല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനോടും നമുക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് വീട്ടാനുള്ള വഴിയാണ് ത്യാഗവും പങ്കുവയ്ക്കലും. നമ്മുടെ അടുക്കളയിൽ നിന്നും തീന്മേശയിൽ നിന്നുമാണ് നാം യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത്. എനിക്ക് വേണ്ടി എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് വേണ്ടി എന്ന ചിന്തയിലേക്ക് മാറുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ആഹാരമല്ല, അമൃതാണ്. അത് നമ്മളെ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അതുകൊണ്ട് ഓരോ തവണയും ആഹാരം കഴിക്കുമ്പോഴും നമുക്ക് ഓർക്കാം, ഇതൊരു യജ്ഞമാണ്, ഇത് ഭഗവാന്റെ പ്രസാദമാണ്, ഇത് എനിക്ക് തന്ന പ്രകൃതിക്കും ഈശ്വരനും നന്ദി. യജ്ഞശിഷ്ടാശിന സന്തോ മുച്ച
पच्यन्ते सर्वकिल्बिषैः भुञ्जते ते त्वखं पाप ये पचन्त्यात्मकारणात्.